ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നെനിക്ക് പോകണ്ടാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഏതാണ്ട് 9 മണിയോളമായി. പക്ഷെ ഞാൻ നേരെ വന്ന് തുണി കഴുകാനായിരുന്നു എൻ്റെ പ്ലാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചത്തെ തുണി കഴുകാനുണ്ടായിരുന്നു. നമ്മൾ ലീവ് കിട്ടുന്ന ആ ദിവസമായിരിക്കും തുണി കഴുകലും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ട സമയത്ത് വിഷ്ണുബേബി വെള്ളത്തിൽ കളിയാണ്. വിഷ്ണുബേബിക്ക് വെള്ളം കണ്ടാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ നേരെ വന്നു. ഞാൻ പുട്ടും ചായയും പഴമൊക്കെ കൂട്ടി കഴിച്ചു. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കിനും നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട തുണിയൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് തുണിയൊക്കെ വിരിച്ചിടാം. ഇന്നത്തെ ഒരു പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഇന്ന് 1-2 പരിപാടിയൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് ചെന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് ശനിയാഴ്ചത്തേക്കിന് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ ശനിയാഴ്ച ലീവാണ്. അപ്പോൾ ഇനി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ റൂമൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ റൂമൊക്കെ വൃത്തിയാക്കുമ്പോൾ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ചെയ്യും. കാരണം എനിക്ക് റൂമൊക്കെ എപ്പോഴും അടുക്കി പറക്കി ക്ലീനായിട്ട് വെക്കുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം റൂമൊക്കെ ഞാൻ അടിപൊളിയാക്കി വെച്ചു. അപ്പോൾ ഓരോ സാധനങ്ങളെടുത്ത് അപ്പുറത്തുനിന്ന് മാറ്റി ഇപ്പുറത്തുനിന്ന് മാറ്റി അപ്പുറത്തൊക്കെ വെച്ച് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഇങ്ങനെ എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാതെ പല പല സ്ഥലത്തോട്ട് ഞാൻ ഇങ്ങനെ മാറ്റിയും തിരിച്ചൊക്കെ വെക്കും. അപ്പോൾ നമുക്കൊരു പുതുമ തോന്നുമല്ലോ. പിന്നെ ഞാൻ വന്നു, ചോറൊക്കെ കഴിച്ചു, പിന്നെ പഴമൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിയിട്ടൊരു സ്കിൻ കെയർ ഒന്ന് പരീക്ഷിച്ചതാട്ടോ. പരീക്ഷണം മോശമൊന്നും ആയില്ല. എന്തായാലും സ്കിൻ കെയറൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ കുളിച്ച് റെഡിയായിട്ട് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് പട്ടാഴിയിലോട്ടാട്ടോ. പട്ടാഴി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡിയായത്. അപ്പോൾ നമുക്കിന്ന് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സുജിമോളുടെ ഇപ്പോൾ വോട്ട് ചെയ്യണമെങ്കിൽ ഫോമൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫോം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് തേയിലവെള്ളം ആട്ടോ കുടിക്കുന്നത്. തേയിലവെള്ളവും അതുപോലെ തന്നെ ബിസ്ക്കറ്റും കഴിച്ചു. ഞങ്ങൾ വിഷുബേബിയെ കൊണ്ടുപോകുന്നില്ല, ഞാനും അച്ഛനും മാത്രം പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പെട്ടെന്ന് നമ്മൾ പ്ലാൻ മാറ്റിയെങ്കിൽ വിഷുബേബിയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിഷുബേബിയും ഞാനും അച്ചാച്ചനും കൊണ്ടാണ് പട്ടാഴിയിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ഒരുങ്ങി റെഡിയായി വിഷുബേബിയും കൊണ്ട് പോവാണ് കേട്ടോ. വിഷുബേബിയുടെ മുഖം കണ്ടില്ലേ, കരഞ്ഞിട്ടിരിക്കുക. കാരണം വിളിച്ചാൽ വരത്തില്ല, കുസൃതിയൊക്കെ കാണിച്ചപ്പോൾ ഞാൻ കൊണ്ടുപോകത്തില്ലെന്ന് ആ വിഷമത്തിൽ കരഞ്ഞ് വിഷമിച്ചൊക്കെ ഇരിക്കുവാണ് കേട്ടോ. പിന്നീട് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ പട്ടാഴിയിലാണ് താമസമെങ്കിലും പ്രോപ്പർ പട്ടാഴി എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പട്ടാഴിയിലാണ് സുജിമോൾക്ക് വോട്ടുള്ളത്. അപ്പോൾ നമ്മൾ പട്ടാഴി പോയിട്ട് വേണം ആ ഫോമൊക്കെ കളക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ നേരെ പട്ടാഴി പോയി ഫോമൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് റേഷൻ കടയിലോട്ടാണ്. അപ്പോൾ റേഷൻ കടയിൽ വന്ന് സാധനമൊക്കെ വാങ്ങിച്ചു. പക്ഷേ അച്ചാച്ചന് പെട്ടെന്ന് തന്നെ എറണാകുളത്തും പോകണം. നമ്മളതുകൊണ്ട് എല്ലാം ചടപടയെന്നാണ് ചെയ്യുന്നത്. നേരെ അച്ചാച്ചൻ പൊരിപ്പ് കടയുടെ അവിടെ നിർത്തി പോയി പൊരിപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. നമ്മൾ അവിടുന്ന് പിന്നെ വിഷുബേബിക്കൊരു വാച്ച് വാങ്ങിച്ചു. വാച്ചിൻ്റെ കഥ പറയണ്ട, അച്ചാച്ചന് ഒരു ചാർജർ വാങ്ങിക്കാൻ പോയതാണ്. അവിടെ ചെന്നപ്പം ഈ വാച്ച് കണ്ടപ്പം വിഷുബേബിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അത് വാങ്ങിച്ചതാണെന്നും പറഞ്ഞ് ബഹളം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അവന് ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് മനസ്സിലായി. അത് ഇഷ്ടത്തോടെ ചോദിച്ചതുകൊണ്ട്, ബഹളം വെച്ച് ചോദിച്ചെങ്കിൽ ചിലപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ല. പക്ഷെ അവന് ഇഷ്ടത്തോടെ ചോദിച്ചതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല എന്ന് പറയാനും തോന്നിയില്ല. അങ്ങനെ വിഷുബേബിക്കൊരു വാച്ചൊക്കെ വാങ്ങിച്ചു. നമ്മൾ നേരെ വീട്ടിൽ വന്നു. അതിനുശേഷം നമ്മൾ ആ വാച്ച് വിഷുബേബി അമ്മയെ കൊണ്ട് കാണിക്കുക കേട്ടോ. കാരണം അവന് വാച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത് കളറൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അവൻ അവിടെ വന്ന് അമ്മയെ കൊണ്ട് കാണിച്ച് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അച്ചാച്ചൻ എറണാകുളത്തോട്ട് പോവാണ്. വിഷുബേബിക്ക് ടാറ്റയൊക്കെ കൊടുത്തു. എന്നിട്ട് വിഷുബേബി അണ്ണാൻ കരയുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ മേളിൽ നോക്കിക്കൊണ്ടിരിക്കുക. അന്നേരം നമ്മൾ വാങ്ങിച്ച പൊരിപ്പ് ഇനി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നല്ല ചൂട് ഉഴുന്നുവട കഴിച്ചു. നല്ല പഞ്ഞി പോലത്തെ ഉഴുന്നുവടയായിരുന്നു. വിഷുബേബിയുടെ കയ്യിൽ 2 ഉഴുന്നുവട കേട്ടോ. അതൊക്കെ കഴിച്ചു. എന്നാൽ അത്രയും കഴിക്കത്തൊന്നുമില്ല. പിന്നെ അവനൊരു സന്തോഷം. ഞാൻ പിന്നെ ഒരു പരിപ്പ് വടയും കൂടെയൊക്കെ കഴിച്ചു. പിന്നെ ആ വാച്ച് ഞാൻ ഇങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. അതിനുശേഷം വിളക്കൊക്കെ കത്തിച്ചു. വിളക്ക് കത്തിച്ച് തിരിയൊക്കെ വെച്ച്, അത് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അവൻ്റെ ഒരു സ്വഭാവമാണ്. അവനിങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, മന്ത്രങ്ങളൊക്കെ ചൊല്ലിയൊക്കെ ചെയ്യുന്നതൊക്കെ കാണാം. പിന്നെ ഇത് നമ്മുടെ അപ്പുറത്തെ ഒരു പട്ടി കേട്ടോ. ഈ പട്ടി വിഷുബേബിക്ക് എപ്പോഴും ഈ പട്ടിയുടെ കാര്യം പറയാനേ ഉള്ളൂ സമയം. ബസൻ 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 എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഒരു കാര്യം പറയാനേ ഉള്ളൂ വിഷുബേബിക്ക് സമയം. അങ്ങനെ നമ്മൾ സന്ധ്യയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ കാണാം ഒരു സർപ്രൈസ് കോള് വരുന്നു.
അമ്മയുടെ കോൾ വരുന്നു, അമ്മയും പപ്പയും വീട്ടിലോട്ട് വരുവാണെന്ന്. ശരിക്കും പറഞ്ഞാൽ അവർ മുൻകൂട്ടി പറഞ്ഞു പോലും ഇല്ല. നമ്മൾ ഞെട്ടിപ്പോയി. വീട്ടിലോട്ട് ഏനകത്തെത്തുമ്പോഴാണ് നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ പപ്പയും അമ്മയും വിഷുബേബിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഈ ആഴ്ച അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മുടെ ഓരോ കാര്യങ്ങൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കാര്യങ്ങൾ കാരണം നമുക്ക് ചിലപ്പോൾ അതിന് പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അവർ കറക്റ്റ് ഇന്ന് അവനെ കാണാനായിട്ട് വന്നു. പക്ഷെ വന്നപ്പോൾ എന്താ അച്ചാച്ചനില്ല, അതേ ഉള്ളൂ നമുക്കൊരു വിഷമം. പിന്നെ അമ്മ ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ട് ആ ബിസ്ക്കറ്റ് വേണോ, ഈ ബിസ്ക്കറ്റ് വേണോ, ഇതിൽ ഏതാ ഇഷ്ടം എന്നൊക്കെ അവനോട് ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ അവൻ അവൻ്റെ കഥകളൊക്കെ പറഞ്ഞു, ബസ്സിൻ്റെ കഥകളൊക്കെ അവരോട് പറയുകയാണ്. പിന്നെ അവൻ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ ഇരിക്കുകയാണ്. അപ്പം എന്താ അപ്പൂപ്പനും അമ്മുമ്മയും വിഷുവും കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.